पीछे साइड लगो। കേറോ കേറോ ബാക്ക് എടുക്കാം. സമയത്ത് ഈ ചടങ്ങ് ആരംഭിക്കുക എന്ന അച്ചടക്കത്തിന്റെ ബാധ്യത തീർച്ചയായും കൊണ്ട് ദയവ് ചെയ്ത് നമസ്കാരം. എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത്. പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയുക വികാരത്തിനായിരുന്നു. കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. ഞാൻ ഏതാണ്ട് 45 വർഷമായി സിനിമയിലുള്ള ആളാണ്. ഏതാണ്ട് അത്രയും വർഷത്തോളമായി അറിയാവുന്ന ആൾക്കാരാണ്. അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെക്കുറിച്ച് ചിന്തിച്ചു. അവരുമായി എല്ലാം അറിയുമെങ്കിലും അവരുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കലാണ്. മലയാള സിനിമ കുറേ കാലം, വലിയ കാലം മദ്രാസിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത്. ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സമയം പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ വിളിക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ അവർക്കാർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അറിയാം. അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള പ്രസ്ഥാനം രാത്രി പ്രസ്ഥാനം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ സമയത്ത് ഞാൻ അഭിനന്ദിക്കുന്നു. പണ്ട് മദ്രാസിലുള്ള സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്ക് പ്രോബ്ലംസ് ഉണ്ടാകും. അവരെ സഹായിക്കാൻ കഴിയുന്ന രീതിയിൽ സഹായിച്ചു. അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് സംഘടനകൾ. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ എന്തിനാണ് ചെയ്യുന്നത്? പക്ഷെ അങ്ങനെയല്ല. എനിക്കിഷ്ടം സിനിമ പറഞ്ഞ പോലെ ഇത് എനിക്ക് വേണ്ടിയാണ്. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ കൂടപ്പുറത്തുള്ള ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ടേണിറ്റിക്ക് വേണ്ടിയാണ് ബോധം. ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലെ ആൾക്കാരെ കിട്ടുന്നത് എനിക്കൊന്നും വരികില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നം വരിക്കില്ല എന്ന് തോന്നുന്നത് ശരിയല്ല. ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് തുടക്കം
വെച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ. മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ ഇത്ര ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റും ആവശ്യം. ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻറ്റൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ആക്ടേഴ്സിനായാലും എല്ലാവർക്കും ആരോഗ്യമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തീർച്ചയായിട്ടും എല്ലാവരും പദ്ധതിയിൽ ചേരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇതൊരു വലിയ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സമത്വം, സംഘബോധം, സമർപ്പണം. ഇത് വലിയ കാര്യമാണ്. എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടാക്കേണ്ടത് എന്നാണ് എല്ലാ പ്രൊഫഷണലുമായിട്ടുള്ള അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ ഉൾപ്പെടെ സിദ്ദിഖ് പറഞ്ഞ പോലെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് സംഘടന. ഒരുപക്ഷെ ഇന്ത്യയിലെ സംഘടന വേറെ ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ വേറെ ഭാഷകളിലൊക്കെ അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെക്കുറിച്ചും നമ്മുടെ സിനിമകളെക്കുറിച്ചും അവർക്കുള്ള മതിപ്പ് നമ്മുടെ ഇടയിൽ പലർക്കില്ലെങ്കിലും മറ്റു ഭാഷകളിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ്. ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ സംഘടനകൾ മാറട്ടെ. എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. മഹത്തായ ഈ സംഘടനകൾ വലിയ ആശംസകൾ നേരുന്നു. ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ആ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചിലവാക്കേണ്ട കാര്യവും ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാവരും ആരോഗ്യത്തോടെ സുഖകരമായി ജീവിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥന. എല്ലാവർക്കും വളരെ മനോഹരമായ ദിവസങ്ങൾ കൂടി ആശംസിക്കുന്നു. ട്രഷററെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വീട് നിർമ്മാണത്തിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ നമുക്ക് കാണാം. ശ്രീ ഗോപിനാഥിന് ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുവാനായി പ്രിയപ്പെട്ട ടോബിനോ തോമസിനെ സാദരം അപേക്ഷിക്കുന്നു. രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരു സാമൂഹിക ജീവിയായ മനുഷ്യന് ഒരിക്കലും ചുറ്റുപാടുമുള്ള മറ്റ് മനുഷ്യരുടെ സപ്പോർട്ടും സഹായവും സ്നേഹവും ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുതന്നെയാണ് ടെഫ്ക പോലുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സംഘടനകളുടെ ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ സിനിമയിൽ വരുന്നത് എൻ്റെ മാത്രം സ്വപ്നത്തിൽ ഊന്നിയാണ്. അത് ആലോചിച്ച് മാത്രമാണ് ഞാൻ സിനിമയിൽ ഇവിടെ വന്ന അന്ന് മുതൽ എൻ്റെ ആ സ്വപ്നത്തിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഇന്ന് ഈ ഫെഫ്ക ഡ്രൈവേഴ്സ് യൂണിയൻ നിർമ്മിച്ച് നൽകുന്ന ഈ പുതിയ വീട് അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ആ താക്കോൽദാനം നടത്താനായിട്ട് എന്നെ ക്ഷണിച്ചത് ഒരുപാട് നന്ദി. ആ വീട്ടിൽ സുഖമായും സന്തോഷമായും ഉറങ്ങാനും ഉണരാനും സന്തോഷത്തോടെ ഒരുപാട് സമയം ചെലവഴിക്കാനും കുടുംബത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തികച്ചും മാതൃകാപരമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന് പറയുന്നതും അതിൻ്റെ
എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അത് മാതൃകാപരമാണ് എന്നുള്ള എൻ്റെ തോന്നൽ അറിയിക്കുകയും ചെയ്യണം എന്നാഗ്രഹമുണ്ടായിരുന്നു. വളരെ തരക്കേടില്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബമാണെങ്കിൽ പോലും അവിടെ സംഭവിക്കാവുന്ന എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാലാണ് നമ്മളെല്ലാം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്ന എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റാനൊക്കെ സാധ്യത. അതുകൊണ്ട് തീർച്ചയായിട്ടും ആരോഗ്യ സുരക്ഷാ പദ്ധതി വളരെ പ്രസക്തമാണ്. ഇതുപോലുള്ള പുതിയ ഇനിഷ്യേറ്റീവ്സ് ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള സിനിമയിലെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്താവശ്യത്തിനും ഫെഫ്കയുടെ അതല്ല മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും എന്താവശ്യങ്ങൾക്ക് വേണമെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനുണ്ടായിരിക്കും എന്ന് ഇവിടെ വെച്ച് പറയുകയും ചെയ്യും. അടുത്തതായി ഗോപിനാഥന് ആശംസാപത്രം കൊടുക്കുവാനായി നിഖില വിമലിനെ ക്ഷണിക്കുന്നു. നന്ദി ഡോക്ടർ തോമസ്. അടുത്തതായി ആശംസാ പത്രം നൽകാനായിട്ട് നിഖില വിമലിനെ ആദരപൂർവ്വം എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെൻ്റാണിത്. കാരണം ഇത്രയധികം സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഇങ്ങനൊരു വേദി പങ്കിടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് എപ്പിക് മൊമെൻറ്റ്സിന് നമുക്കിന്ന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്ത്രീകൾ ഒരുപാട് പേരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് മേക്കപ്പ് യൂണിയനിലും ഡ്രൈവേഴ്സ് യൂണിയനിലും ഒക്കെ ഒരുപാട് സ്ത്രീകളുടെ പ്രസൻസ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയും ഒരുപാട് സ്ത്രീകൾ ഈ മേഖലയിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പായിരിക്കും എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു മൊമെൻ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 10ാമത്തെ ദിവസം ജോയിൻ ചെയ്ത സിനിമയാണ് മധുരം. മധുരത്തിൽ എനിക്ക് എൻ്റെ വണ്ടി ഓടിച്ചിട്ട് ഗോപിയേട്ടനാണ്. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്ന് കരയുന്നതും അല്ലെങ്കിൽ വിഷമിക്കുന്നതും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നത്തിൻ്റെ ഭാഗമായിട്ട് അറിയാതെ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ എല്ലാ നന്ദിയും ഞാൻ ഫെഫ്ലിക്കും ഉണ്ണികൃഷ്ണൻ സാറിനും ഈ സംഘടനയുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നേരുന്നു. അത് മാത്രമല്ല, ഫെഫ്കയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും മെമ്പറായിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളൊരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനിയും മെമ്പറായി വരണം എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി നിഖില. അടുത്തതായി ശ്രീ ഗോപിനാഥന് ഉള്ള വീട് വളരെ ഉത്തരവാദിത്വത്തോടെയും നിയന്ത്രിതമായ ചെലവോടെയും ഒക്കെ വളരെ ഭംഗിയായി നിർവഹിച്ച ശ്രീ എൻ വി മോഹൻകുമാറിന് ആശംസാപത്രം നൽകുന്നത് പ്രിയപ്പെട്ട സൗബിൻ ഷാഹ്. അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ സൗബിൻ ഷാഹിറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ഈ മഹത്തായ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു ചടങ്ങിൻ്റെ ഭാഗം പറ്റിയതും. ഞാനെൻ്റെ ചെറുപ്പനാൾ മുതൽ 17 വയസ്സ് തൊട്ട് കാണുന്ന എൻ്റെ ഗുരുക്കന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും സുഹൃത്തുക്കളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഫെഫ്കയുടെ ആദ്യ സമയം തൊട്ട് തന്നെ സിദ്ദീഖ് സാറിനോട് അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ സമയത്തോടെ തന്നെ ഫെഫ്കയുടെ തുടക്കകാലം മുതൽ തന്നെ ഞാൻ ഫെഫ്കയുടെ അസിസ്റ്റൻ്റ് യൂണിയൻ്റെ മെമ്പറാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് യൂണിയനിലുണ്ട്. ഇനിയും അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളുടെ എല്ലാ സമയത്തും കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. ഇങ്ങനത്തെ നല്ലൊരു ചടങ്ങുകൾ ഇനിയും ഫെഫ്കയിൽ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.